ആ കൊച്ച് കൊച്ചെ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് എത്ര വട്ടം പറയണം? വന്നുകൊണ്ട് പോവാനാ? അതൊന്നും പറ്റൂല. അത് പറ്റിയ പ്രശ്നമാവും, വീട്ടിലറിഞ്ഞ പ്രശ്നമാവും. വീട്ടിലെന്തായാലും അറിയാം. അത് കുറച്ച് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം കൊണ്ടുവരാം. ഓ ആ ഇടപെടിയൊന്നും കാര്യം നടക്കൂല. പിന്നെ പറഞ്ഞ സമയത്തിന് ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയാം. അതിന് സമയവും കാലങ്ങളൊക്കെ വേണ്ടേ? എല്ലാം ഒത്തു വരണ്ടേ? എന്നാലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. ഓ ശരി. ഓ ശരി, കൊണ്ടുവരാന്ന് വാക്കും കൊടുത്തു പോയി. ഇപ്പം എന്ത്? ഒന്നുമില്ല. ഇതൊരാക്കിയ ചിരി. ഒന്നുമില്ല. ബാലോചന കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതറിഞ്ഞാ മതി. വാങ്ങിച്ചായിരുന്നാ? എന്താന്ന്? അല്ല, ഞാൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ ഉപ്പ് വാങ്ങിച്ചിട്ടോന്ന് വന്നത്. അയ്യോ മറന്നുപോയി. പഞ്ചസാര ആയിരുന്നെങ്കിൽ മറക്കൂലായിരുന്നല്ലേ ബാലോച്ച? അല്ല, പഞ്ചസാര ആയിരുന്നെങ്കിൽ മറക്കൂലല്ലോ, മറക്കാൻ പറ്റൂലല്ലോ. കൊള്ളട്ടെ ബാലു, പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് സ്ഥിരം ഉരുളുന്ന പോലെ കിടന്ന് ഉരുളുക. എടീ വയ്യാതെ ക്ഷീണിച്ച് വന്നല്ലേടി. എനിക്ക് നീ ആ ക്യാഷ് അടുത്ത് പറഞ്ഞേക്ക്. കേശ് ഇവിടെ ഇല്ലല്ലോ, അവൻ പുറത്തു പോയേക്കല്ലേ. നീ വിളിച്ച് പറ. ഞാൻ വന്നിട്ട് എപ്പോ വാങ്ങാനാ? നിങ്ങളവിടെ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞത്, വാങ്ങിച്ചോണ്ടോ പോയി? അല്ല നിനക്ക് എന്തരേ? ഞാൻ തന്നെ പോടെ നിർബന്ധോ? നിനക്ക് ഉപ്പ് കിട്ടിയാ പോരെ? നിങ്ങളല്ലേ ഉപ്പ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് മറന്നുപോയത്. ഇപ്പൊ നിങ്ങൾ തന്നെ പോയി മേടിച്ചോണ്ടോ? ഞാൻ തന്നെ പോവാം. എടാ മക്കളെ കേശു, മക്കളെ പറഞ്ഞ വഴിയില്ലേ നീ കുറച്ച് ഉപ്പ് വാങ്ങിച്ചോണ്ടോടാ. ഉപ്പ് വരുന്ന വഴിക്ക് നീ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറി വന്നു ഇപ്പൊ. എടാ മക്കളെ, നിനക്ക് പറഞ്ഞ വഴിയിൽ ഒരു ഉപ്പ് വാങ്ങിച്ചോണ്ടായിരുന്നു. എന്റെ ഒരു കാര്യം പറഞ്ഞു വിട്ടില്ലല്ലോ. നീ പറഞ്ഞു വിട്ടാലേ വാങ്ങിച്ചോണ്ട് വരുവാ. വീട്ടിലുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടടാ നീ. അത് ശരി. എന്നാ പിന്നെ അച്ഛനെ കണ്ടറിഞ്ഞു ചെയ്തൂടെ? അത് കൊള്ളാം. തർക്കത്തിന് പറഞ്ഞാടാ. അച്ഛനും മകനെ തർക്കം കഴിഞ്ഞാ ഉപ്പ് വാങ്ങിച്ചിട്ട് വരാൻ പറ്റുമോ? കൊച്ചു പുറത്തോട്ട് അങ്ങനെ പോണോ? ഞാൻ ഇനി കുറച്ചാളത്തേക്ക് പുറത്തോട്ടേ പോകുന്നില്ല. അതെ, കൊച്ചു പുറത്ത് ഇറങ്ങണ്ട. ഏതെങ്കിലും റൂമിൽ കയറി അടയിരുന്നോ? അടയിരിക്കേണ്ടി വരും. നീ പുറത്ത് പോകണേ. ഞാനങ്ങും പോണില്ല. ഇവിടെ ആരും പുറത്തു പോകണില്ല. നിങ്ങൾ തന്നെ പോകേണ്ടി വരും. പോയി മേടിച്ചിട്ട് പോവാലോ ഒന്ന്. ശരി, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. വാങ്ങിച്ചോണ്ട് വന്നിട്ട് പഞ്ചാര വേറെ വല്ല സാധനങ്ങൾ വാങ്ങിയാൽ മതി. എന്റെ സ്വഭാവം മാറും. പഞ്ചാര അല്ലാതെ വേറെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പഞ്ചാര വാങ്ങിയാൻ പറഞ്ഞില്ലല്ലോ. ഉപ്പ്. ഉപ്പാണാ? അതങ്ങനെ ബോധമില്ലല്ലോ. പഞ്ചാരയെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളല്ലേ. എന്ത് കൊറേ നേരം കൊച്ചു പഞ്ചാര എന്ന് പറഞ്ഞ പഞ്ചാര വേണമെങ്കിൽ ഒരു 5-8 കിലോ മേടിച്ചു തരാം. ഇരുന്ന് കഴിക്കി. വാലിച്ച വാങ്ങിച്ചോണ്ട് വരും. പഞ്ചസാര വാങ്ങിച്ചു കൊടുക്കും വാലിച്ച. പഞ്ചാരല്ലേ ഉപ്പ്? ഉപ്പ് ഉപ്പല്ലേ? ഉപ്പ് ആകപ്പാടെ തല പെരുത്ത് നിൽക്കുകയാണ്. ഉപ്പ് എന്ന് പറഞ്ഞിട്ട് പോ, അതാ നല്ലത്. വിശക്കണ്. നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാനേ ഭക്ഷണം എടുത്തു വെക്കാം. ഉപ്പ് വരാണ്ട് ഒന്നും നടക്കില്ല, അതുകൊണ്ടാ. ബാലോചന ചുറ്റിക്കളി എന്തുവായാലും നീലിമയോട് പറയണം. ഈ കുടുംബം താരം ഞാൻ സമ്മതിക്കൂല. നീലമ്മ വന്നല്ല, ആ പാത്രം ഒന്ന് കഴുകി വെച്ചേക്ക്. പാത്രമൊക്കെ ഞാൻ പിന്നെ കഴിയും. അത് ഞാൻ പറയാൻ വന്നത് കേക്ക്. ആരെപ്പറ്റി നോണ പറയാനാ? നോണയല്ല നീലമ്മ, സത്യമാണ്. അയ്യോ, സത്യമൊക്കെ പറഞ്ഞു തുടങ്ങിയാ? അതെപ്പോ? നീലമ്മ എങ്ങനെ തമാശ പറഞ്ഞോണ്ടിരുന്നോ? എല്ലാം കൈവിട്ട് പോയി. ആരാ കൈവിട്ടു പോയത്? നീലമ്മ ബാലോച്ച കൈവിട്ട് പോയി. എത്ര അവളാ? 19 വയസ്സായി. ഇനി പോട്ടേന്നേ. നീലമ്മ സീരിയസ് ആയിട്ടൊന്ന് കേക്കോ. ബാലോച്ചൻ കൈവിട്ട് പോയി. സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ? എന്നാ പറ. അത് ഞാൻ നീലമ്മയുടെ മുഖത്ത് നോക്കിട്ട് എങ്ങനെ പറയും? മുഖത്ത് നോക്കണ്ട, അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ, ഞാൻ കേട്ടോളാം. പറഞ്ഞു. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് നീലമ്മ ഒന്ന് മനസ്സിലാക്കണം ആദ്യം. എന്നാ പിന്നെ കൊച്ചു പറ. അധികം ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊച്ചു കള്ളം പറഞ്ഞു പോകും. എന്താണ് കൊച്ചിന് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞോ. പിന്നെ കള്ളം പറഞ്ഞാലോ? പറ, കേക്കാം. നീലമ്മ, കുറച്ചു മുന്നേ ബാലോച്ചൻ ഏതോ പെണ്ണുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ട്. അതാ രമ വല്ലതും ആയിരിക്കുള്ളൂ. ഇത് രമയൊന്നുമല്ല. നീലമ്മ, ബാലോച്ചൻ ആ പെണ്ണിനോട് ഫോണിൽ സംസാരിച്ചത് കേട്ടാ നീലമ്മ ഞെട്ടു. ഞെട്ടണ കാര്യമായിരുന്നാ? ഞാൻ കുറെ നേരം കൊണ്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു ഞെട്ടാൻ എന്തോ ഒരു വഴിയെന്ന്. കൊച്ചു പറ, ഞാൻ ഞെട്ടാം. പറ. വന്നു കൊണ്ടുപോന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ നടക്കത്തില്ലാന്ന്. ഞെട്ടി മതിയാ? ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടല്ല നീലമ്മ കൂടുതൽ ഞെട്ടുന്നത്. അയ്യോ, ഇനിയും ഞെട്ടാനുണ്ടോ? എന്നാ പെട്ടെന്ന് പറ, അത് കേട്ടിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം. ഭാര്യയും മക്കളും ഒക്കെ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ഇതാണ് ബാലോച്ച ഫോണിൽ കൂടെ പറഞ്ഞത്. ഇത്ര ഉള്ളായിരുന്നാ? ഇതിലെന്തിപ്പോ ഞെട്ടാനുള്ളത്? ഇത്ര ഉള്ളോന്നാ? നീലമ്മ ബാലോച്ചന് ചുറ്റിക്കളി. ഒരു ഒറ്റ അടിയൊക്കെ തന്നാലുണ്ടല്ലോ. സാധാരണ ഞാൻ ഓരോന്ന് നീ ചോദിച്ചാ മേടിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കാതെ 2 അങ്ങോട്ട് വെച്ച് തരും.
ചേട്ടാ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞൊക്കെ സത്യവാ. കൊച്ചേ പോ. കൊച്ചെന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ ഇറങ്ങിപ്പോ. നീലുമ്മ, എന്റെ കൺമുന്നിൽ കണ്ടേക്കരുത്. നീലുമ്മ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ നീലുമ്മ ദുഃഖിക്കും. ഇനിയിപ്പൊ ഞാൻ ദുഃഖിക്കാൻ എന്താ ഉള്ളത്? ഇത്രയും വലിയ ദുഃഖം എനിക്ക് തന്നില്ലേ, അത് ഞാൻ സഹിച്ചോളാം ജീവിതാവസാനം വരെ. നീലുമ്മ, ഈശ്വര, ഇതിനെ ഇനി എങ്ങനെ നന്നാക്കി എടുക്കാനാണ്? അല്ലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ സ്വന്തം മരുമക്ക് നുണ പറയുന്ന ശീലമാണെന്ന് പറയേണ്ടി വരും. അതും നാണക്കേട്. ചേട്ടാ ഈ നീലുമ്മ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലല്ലോ. ഇപ്പൊ കള്ളം പറഞ്ഞു സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. ഒറ്റയ്ക്ക് പിറുപിറുക്കണേ. ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു ലച്ചു? ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടിനെ കണ്ടോണ്ട് നടന്നു. ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? ദൈവം അച്ഛനമ്മ പിന്നെ അടിയായോ? അടിയായിരുന്നെങ്കിൽ പിന്നെ സഹിക്കായിരുന്നു. ഇത് അങ്ങനല്ലല്ലോ. ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. എന്നാ നീ കേട്ടോ, എന്റെ അച്ഛൻ കൈവിട്ടു പോയി. തുടങ്ങിയാ വീണ്ടും തുടങ്ങിയാ? എടാ നിനക്ക് എന്തിന്റെ കേടാടി? എടി ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. അല്ല സാധാരണ നീ കേശുവിനെ പറ്റിയാണല്ലോ ഇങ്ങനെയൊക്കെ പറയാറ്. പച്ചനായ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. എന്തായാലും പറയാൻ വന്നല്ലേ പറ. പറയാൻ സൗകര്യമില്ല, മൊത്തം നശിച്ചു പോട്ട്. എടി പ്രാഗിയതല്ല, എന്റെ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതുമാണ്, 2 കാതുകൊണ്ട് ഞാൻ കേട്ടതുമാ. ബാലച്ചനൊരു പെണ്ണിനോട് രഹസ്യം പറയുന്നു. എന്താ പറഞ്ഞേ? അതാ എന്നെ ഞെട്ടിച്ചത്. ഭാര്യയും മക്കളും ഒക്കെ അറിഞ്ഞ പ്രശ്നമാണ്, കുറച്ച് സമയം വേണം, കൊണ്ടുപോവാ, ഇങ്ങനെയൊക്കെയാ പറഞ്ഞേ. ഇതാണോ നിനക്ക് പറയാനുള്ളത്? കേട്ടപ്പോ നീ ഞെട്ടിയില്ലേ? ഞൊട്ടി. അനാവശ്യം പറഞ്ഞല്ലോ, തലമണ്ട അടിച്ച് പൊട്ടിക്ക് ഞാൻ. എന്റെ അടുത്ത് പറഞ്ഞിരിക്കട്ടെ, അമ്മയുടെ അടുത്തൊന്നും പോയി പറയാൻ നിൽക്കണ്ട. നീലുമ്മ അടുത്ത ഞാൻ ആദ്യം പറഞ്ഞത്. എന്നിട്ട് അമ്മ നിന്നെ ബാക്കി വെച്ചാ? ഞാൻ പറഞ്ഞത് സത്യമാടി. ഇതെനിക്ക് തോന്നുന്നത് ഒരു തരം മാനസിക രോഗമാണെന്നാ. ഇതിന് പറ്റിയ ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ ആ മേശയില്ലേ, അതിനകത്ത് പഴയ വയറുണ്ടാവും. അതിന്റെ ഒരറ്റം നീ കടിച്ചു പിടിക്കേ, മറ്റേ അറ്റം സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ച് ഇട്ടാൽ മതി. ചിലപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും. കളിയാക്കിക്കോ, അവസാനം കിടന്ന് മോങ്ങുമല്ലോ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരുമല്ലോ, അപ്പൊ ഞാൻ ഇനി മറുപടി തരാം. ഇനി ഞാൻ ഇവിടെ നിന്ന് നീ കിടന്ന് മോങ്ങും, അതുകൊണ്ടേ ഞാൻ പോവാ. കൊച്ചു എന്തോന്ന് വെച്ചാ പറഞ്ഞത്? എനിക്കങ്ങനെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടു പോയി, ഒറ്റ നോട്ടം തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ വരും, കൊണ്ടുപോകും. ബാല് വാക്ക് പറഞ്ഞ വാക്കാണ്, അത്ര അറിഞ്ഞാൽ മതി. ആ ശരി ശരി, ഓക്കെ ശരി. എത്ര പറഞ്ഞാലും മനസ്സിലാവും. എന്തോടെ? എനിക്കറിഞ്ഞൂടാ. ഒന്നുമില്ല. ഒന്നുമില്ല, ഒറ്റ കൈയുടെ വെച്ചാ ശ്വാസം പിടിച്ച് ചത്തു. എന്ത് കാര്യം ഇത്? എന്തുകൊണ്ടാണ് കാണുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടെ അവള്? ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ എടാ കേശു, എന്നാലും ഒന്ന് സൂക്ഷിച്ചോ. ഈ കൊച്ചിന്റെ കാര്യമായോണ്ടേ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അച്ഛാ, ഇടയായിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പും 2 തവണ ആലോചിച്ചിട്ടേ വെക്കാറുള്ളൂ. ബാലച്ച ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ ശവത്തിന്റെ കുറുകെ ബാലച്ചൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എടാ നീ അവളെ തലക്കിട്ട് അടിച്ചു കൊടുത്തോടെ, അല്ലെ പിരിവെട്ടിരിക്കുന്നു. അത് പിന്നെ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കുമല്ലോ. തമാശിച്ചോ? കുറച്ച് കഴിയുമ്പോഴേ നെഞ്ചത്തൊടിച്ച് കരയേണ്ട വരും. കൊച്ചേ നിന്നൊക്കെ കൊച്ചാ പറയണത്? എവിടെ പോകാനാണേലും എന്തോ ചെയ്യാനാണേലും ഞാൻ പൊളിച്ചടക്കി കൈ തരും. അപ്പുറത്ത് പോകാൻ വേണ ആണെങ്കിൽ ഈ ചെല്ല് ഹൈമതിൽ നിന്ന് പറ്റിയ മരുന്നുണ്ട്, വാങ്ങിച്ച് കഴിക്കും. ചെല്ല്. ചിരിച്ചോളാ, നാശത്തിലോട്ടാ നിന്റെ പോക്ക്. എന്റെ പോക്ക? അവന്റെ പോക്ക. നിന്റെ മാത്രല്ലേ കുടുംബത്തിന്റെ മൊത്തം. അയ്യ, ഇത് 1-2 ഗുളിക തീരൂല. കേശു, നീ സൂക്ഷിച്ചോ, എന്തോ ഒപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ എപ്പോഴും സൂക്ഷിച്ചിരിക്കണത്. ഇരുന്നാ മതി, സൂക്ഷിച്ചിരുന്നാ മതി. അമ്മേ, ദിയാ മോളെ മോളൊന്നും കഴിച്ചാ? ഞാനൊന്നും കഴിച്ചില്ല. ഒന്നും കഴിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. എന്ത് പറ്റി? ഇന്ന് മോൾ ആരോടാണ്, ആരെക്കുറിച്ചാണ് നോണ പറഞ്ഞത്? ഞാൻ നോണയൊന്നും പറഞ്ഞില്ല. ഇത് വേറെ പ്രശ്നമാണ്. വേറെ പ്രശ്നമോ? എന്ത് പ്രശ്നം? മമ്മി, ബാലുവച്ചൻ എന്തോ ചുറ്റിക്കളിയുണ്ട്. ദിയാ, എൻ്റെ നല്ല അടി കിട്ടി ഇവിടെ നിൽക്ക്. എന്ത് ഈ ബാലിനെ പറഞ്ഞ ഓരോന്ന്? ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, സത്യമാ. നിനക്ക് ശരിക്കും എന്താ പ്രശ്നം? റാം ഇങ്ങോട്ട് വരട്ടെ, നിന്നൊരു സൈക്കാട്രിനെ കാണിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട്. മമ്മി ഇതോ കണ്ട. ആ കണ്ട് അതിനെന്താ? മമ്മി ബാലുവച്ച സംസാരിച്ചോണ്ട് പോകുന്ന ഒരു പെണ്ണിനോടാ. പെണ്ണിനോടാ? ഏത് പെണ്ണിനോട്? ഏതോ ഒരു പെണ്ണിനോട്. ഒറ്റ നോട്ടത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടതാ. എന്തായാലും ഞാൻ നിന്നെ വന്ന് കൊണ്ടുപോകും എന്നാ പെണ്ണിനോട് അവസാനമായിട്ട് ഫോണിൽ പറഞ്ഞത്. ദിയ, നിനക്ക് ബാലുവായിട്ട് വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്തിനായിട്ട് നിന്നെ കുഞ്ഞു കളിക്കാൻ ആളാണ് ഈ ബാലു? നീ ഇങ്ങനെ അനാവശ്യം പറയില്ല കേട്ടോ ബാലിനെ കുറിച്ച്. അനാവശ്യമൊന്നുമല്ല, സത്യമാ. കുറച്ച് പൈസ ഒപ്പിച്ചാടാ. ബാലേച്ചാ
ആ എവിടെ പോയി? ഏ എവിടെ പോയെന്ന്? ഞാന് ബാസി കാണാൻ പോയത്. ബാസ്യങ്ങൾ ഇവിടെ ഇല്ലല്ലോ. അല്ല, ബാസ്യങ്ങൾ ഇവിടെ അങ്ങോട്ടല്ലേ? അങ്ങോട്ടോടെ പോയത്? അവിടെ നിന്നറിയാം. പക്ഷെ ഇതുവഴി പോയിട്ട് ഈ പാറമട ഇല്ല, അതുവഴി കറങ്ങി അവിടെ ജംഗ്ഷനിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് ബാസി കാണാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ പോയി ബാസി ഇല്ല. പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ. പിന്നെ ഇത് കറങ്ങി തിരിച്ചു വന്നു. പോട്ടാ ഹൈമ, പോട്ടാ, സമയമില്ല, കാണാം. ശരി ബാലു, കാണാം. ഓക്കെ ഓക്കെ. കണ്ടോ കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്തെങ്ങനെ ഇരിക്കണത്? അങ്ങനെ അങ്ങോട്ട് പോയി ഫോണിൽ വിളിച്ചോണ്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്നു. പിന്നെന്ത്? മമ്മി, ഞാൻ എവിടെ പോയാന്ന് ചോദിച്ചപ്പോ ബാലച്ചൻ പറഞ്ഞു ബാസ്യങ്ങളെ കാണാൻ പോയാന്ന്. എന്നിട്ട് ബാസ്യങ്ങൾ ഇവിടെ ഇല്ലല്ലോ പറഞ്ഞപ്പോ കിടന്ന് ഉരുണ്ട് വിളിച്ചേണ്ട. എന്റെ ദിയ, ഈ പഴയ ആൾക്കാർ പറയാറുണ്ട്, ഈ മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നൊക്കെ മഞ്ഞയായിട്ടാണ് തോന്നുന്നത്. നിനക്കും അങ്ങനെ തന്നെയാണ്. അവർ പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. പണ്ടത്തെ ആൾക്കാർ മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ പറയാറുണ്ട്. അത് തന്നെ നിന്റെ പ്രശ്നം. എന്റെ മമ്മി എന്നെ ഒന്ന് വിശ്വസിക്കുക. ബാലുച്ചൻ കൈവിട്ടു പോയി. ദിയ, നിനക്ക് ഇപ്പൊ അവിടെ എന്തെങ്കിലും പണിയുണ്ടോ? അവിടെ പണി? ബാലുച്ചന്റെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് അവിടെ എല്ലാരും അറിയിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഇന്നിനിപ്പോ അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിൽക്കി. അയ്യോ, അത് പറ്റത്തില്ല. ബാലുച്ചൻ കൈവിട്ടു പോകും. ദിയ, ഇത്ര നാളെ ബാലോചൻ കൈവിട്ട് പോകാതെ അവർക്ക് നോക്കാൻ അറിയാമെങ്കിൽ ഇനിയും ബാലോചനെ കൈവിടാൻ നോക്കാൻ അവർക്കറിയാം. നിന്റെ ആവശ്യം, നിന്റെ സേവനം അവിടെ ആർക്കില്ല. ഞാൻ പോവും. എവിടെ പോകുന്ന? അടങ്ങി ഇവിടെ ഇരുന്നോളാം. ഞാൻ പറയുന്നവരെ ഇവിടുന്ന് എണീറ്റ് പോരുത്, കേട്ടാ? എന്തൊരു കഷ്ടമായത്. കഷ്ടമല്ല, കുഷ്ടം. അടങ്ങി ഇരുന്നോളാം. ബാലുച്ചൻ കൈവിട്ട് പോകുന്നു. കുറച്ച് പൈസ റെഡിയായി. പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അതല്ലേ കൊച്ചിനോട് കുറച്ചുകൂടെ ക്ഷമിക്കാൻ പറഞ്ഞത്. വെയിറ്റ് ചെയ്യ്. ഭാര്യയുടെ ചോദിക്കാനാ? കൊള്ളാം. അവളങ്ങനെ അറിഞ്ഞാലേ ബാക്കി വെച്ചിട്ടില്ല. ബാലുവിന് ഇഷ്ടപ്പെട്ടോ? ബാലുവിന് അത് വേണം. എന്ത് ത്യാഗം സഹിച്ചാലും ബാലു ബാലും കൊണ്ടുപോകും. അത് ബാലുവിൻ്റെ വാക്കാണ്. ഇതൊക്കെ ആരും അറിയാതെ ചെയ്യാൻ പറ്റൂ. ആദ്യം അറിയുമ്പോൾ ചില ബഹളമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. പിന്നെ പിള്ളേരെന്ത് ചെയ്യാൻ? പിള്ളേർ ആദ്യം ഒന്ന് അന്തളിക്കും. പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഞാൻ വരച്ച് വരെ നിർത്തും. അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ പോരെ, അപ്പോൾ കാര്യങ്ങളൊക്കെ സേഫ് ആവൂലേ? എന്നാ വെച്ചോ, തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. നാളെ തന്നെ കൊണ്ടുപോയി. ശരി. ഇതേ ചുമയാ? മഴയ്ക്കല്ലേ. നിങ്ങൾ അമ്മ വന്നില്ലടേ? അമ്മ വരാറായി. എന്താ എന്തെങ്കിലും പറയണ്ട? ഒന്നുമില്ല അച്ഛാ. യേശുവേ, അച്ഛന്റെ ഫോണിലൂടെയുള്ള സംസാരം കേട്ടിട്ട് എന്ത് തോന്നുന്നു? എന്തോ ചുറ്റിക്കളിയുണ്ട്. ചുറ്റിക്കളിയുണ്ട്. ആ ദിയ നേരത്തെ വന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓടിച്ചു വിട്ടു. എന്നോടും പറഞ്ഞ് നീ ദുഃഖിക്കുന്നു. എന്നിട്ട് അവളെവിടെ? ദുഃഖിക്കുന്നു പറഞ്ഞിട്ട് നേരെ പുറത്തോട്ട് പോയിട്ടുണ്ട്. മിക്കവാറും അപ്പുറത്തോട്ടായിരിക്കും പോയത്. വന്നേ വന്നേ, വാ വാ വാ. പണിവാളി ബാലുച്ചൻ ഒളിച്ചോടിയാ? ഞാൻ പറഞ്ഞപ്പോ എന്താ പുച്ഛമായിരുന്നു. എടി, ഒളിച്ചോടിയിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛൻ എന്തോ കള്ളത്തരമുണ്ട്. തമ്പി, ഉണ്ണിക്കുട്ടാ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞപ്പോ മമ്മിക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ. അതേ കാര്യം പറയാൻ വേണ്ടിട്ടാണ് കേശും ഇവളും വന്നേക്കുന്നത്. എന്താ പ്രശ്നം? എന്താ ആന്റി, അച്ഛൻ എന്തോ കള്ളത്തരം ഉണ്ട് ആന്റി. എന്ത് കള്ളത്തരം? അത് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പക്ഷെ ഇവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴും ഞാൻ കേട്ടത് വെച്ച് നോക്കുമ്പോഴും അച്ഛൻ എന്തോ കള്ളത്തരം ഉണ്ട്. അത് ഉറപ്പാ. ഇത് സംശയിക്കൊന്നുമില്ല. ഫോണിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു പെണ്ണ് തന്നെ. അച്ഛന്റെ സംസാരം വെച്ച് നോക്കുമ്പോഴും എനിക്കും അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. നിങ്ങളത് പറഞ്ഞു എവിടെ പോണ്? നിനക്ക് മനസ്സിലായില്ല? എടാ, ഓൾഡ് മാൻ ലവ്. ഞാൻ വെല്ലം വിളിച്ചു പറയാൻ കേട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറ്റം. എടാ, രാവിലെ ഇവള് പറഞ്ഞപ്പോഴും എനിക്ക് നിന്നെ പോലെ തന്നെയാ തോന്നിയത്. പക്ഷെ ഞാൻ ചെവി കൊണ്ട് കേട്ടതാ എന്തോ കള്ളത്തരം ഉണ്ട്. എന്നാ പിന്നെ അമ്മയടുത്ത് പറഞ്ഞാലോ? കുട്ടികളെ, ഇത് കുട്ടിക്കളിയൊന്നുമല്ല. നീലോട് പറയുമ്പോൾ സൂക്ഷിക്കണം. ഒരു ജീവിതം വെച്ചിട്ടുള്ള കാര്യമാണ്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മയുടെ അടുത്ത് നമ്മൾ കേട്ട സംഭവം ഒന്നും പറയൊന്നും വേണ്ട. അച്ഛൻ എന്തോ കള്ളത്തരം ഉണ്ട്, അമ്മക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ കണ്ടുപിടിക്കെന്ന് പറയാം. ആഹാ, എന്തേ എല്ലാരും ഇവിടെ നിൽക്കണ? നീ പറ. നീ പറ. രണ്ടും കൂടെ കഥകളിക്കാണ്ട് കാര്യം പറയണ്ട. അതമ്മ, അമ്മേ, അച്ഛനകത്ത് ഇരിപ്പുണ്ട്. അച്ഛനൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ. എനിക്കെന്ത് പ്രാന്താ വെറുതെ അച്ഛനെ വാച്ച് ചെയ്തോണ്ടിരിക്കും. അമ്മ അച്ഛനെ വെറുതെ ഒന്ന് വാച്ച് ചെയ്യ്. അച്ഛനെ രാവിലെ തൊട്ട് ഫോണിലാ. ഈ കൊച്ചു പറയണ കാര്യം കേട്ടിട്ടല്ലേ? നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഹൈമ ഇത് കേട്ടോണ്ട് നിൽക്കണോ? ഇല്ല നീലു, ഞാൻ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കായിരുന്നു. ചിലപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞതുപോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങള്. എന്നാലും അമ്മ ജസ്റ്റ് ഒന്ന് അച്ഛനെ വാച്ച് ചെയ്യ്. അച്ഛൻ എന്തോ കള്ളത്തരം ഉണ്ട്, അത് ഉറപ്പാ. അത് ശരിയാണ്. പോയി അവിടെ നിന്ന്. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ നിൽക്കുന്ന, അല്ലേ വീട്ടിലേക്ക് വരണ? വരിക. ഓടാ.
ആ ശരി. ആന്റി പോവാണ്. ഞാനും വരുന്നു. ദേ, അവിടെ നിൽക്കി. പിന്നെ അവിടെ പോയിട്ട് ഇതൊന്നും ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട. നമുക്കറിയാലോ നമ്മുടെ ബാലുവിനെ കുറിച്ച്. നമുക്കറിയൊക്കെ ചെയ്യാം, പക്ഷെ എന്തോ കുഴപ്പമുണ്ട് മമ്മി. ദിയ, നീ നിന്റെ വാ അടച്ചു വെച്ചാലേ പാതി പ്രശ്നങ്ങൾ തീരും കേട്ടാ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. വാ. ആന്റി പോവാണേ. ഓ, ഞാൻ ഫിക്സ് ചെയ്ത് ഇനി ആര് വന്നാലും എനിക്ക് പ്രശ്നമില്ല. നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ആരെ പേടിക്കേ? അതെ, ഒരു സർപ്രൈസിന് വേണ്ടി ഞാൻ സാരി വാങ്ങിച്ച അലമാരയൊന്നും വയ്ക്കാതെ ബെഡ്റൂമിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 2 ദിവസം പോയി കണ്ടായിരുന്നു ഞാൻ മഴയത്ത്. കണ്ണെടുക്കാൻ തോന്നിയില്ല കേട്ടാ. ബാലുവേ, എന്ത്? ആരടുത്ത് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്? ആരടുത്ത ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്? അത് നീ അങ്ങനെ ചോദിച്ചത്? എടി എൻ്റെ ഫോണിൽ പലരും വിളിക്കും, നീ ആരെ ചോദിച്ചേ? അച്ഛാ പറയാ ആരെയാ വിളിച്ചെന്ന് മനസ്സിൽ പറയാ. അങ്ങോട്ട് അയ്യോടാ. അമ്മ, അച്ഛൻ റൂമിൽ എന്തോ സാരി ഒളിപ്പിച്ച് വെച്ച കാര്യം എന്തോ പറയുന്നുണ്ടായിരുന്നില്ലേ? നമുക്കത് നോക്കിയാലോ? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. സൈഡ് നേമ കിട്ടി 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 കിട്ടി. അമ്മ സാരി അച്ഛൻ പഴിച്ചു പോയമ്മ. ഇപ്പൊ വിശ്വാസമായല്ലോ. നീലമ്മയുടെ ബർത്ത്ഡേ വല്ലതും വരുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും? അതുമില്ല. ബാലോച്ചനാണെങ്കിൽ അങ്ങനെ സർപ്രൈസ് തരുന്ന സ്വഭാവമൊന്നുമില്ല. ഇപ്പൊ സർപ്രൈസ് ആണെങ്കിൽ തന്നെ അങ്ങ് വന്നാ പുരേന്ദ്ര ഇതിനവിടെ കയറ്റി വെക്കുന്നു. എന്ത് എല്ലാവരും കൂടെ നേരെ നീക്കണത്? നിങ്ങൾ രാവിലെ തൊട്ട് ആരോടാ ഫോണിൽ സംസാരിക്കണേ? രാവിലെ തൊട്ട് ആരോടാ ഫോണിൽ സംസാരിക്കണേന്ന് അറിഞ്ഞിട്ട് എന്ത് വേണം? എന്തായാലും അറിയണം. നിനക്ക് എന്തടേ എന്നെ സംശയോ? എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷെ എനിക്ക് അറിയണം എന്താണ്. ബാലോച്ചൻ നീലമ്മയെ ഞങ്ങളെ കൊളിപ്പിച്ചിട്ട് എന്തോ കള്ളത്തരം ചെയ്യുന്നില്ലേ? കള്ളത്തരം? എന്തോ കള്ളത്തരം? ബാലോച്ചൻ ആരുടെ അടുത്തോ ഫോണിൽ വന്ന് കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? ഓഹോ, അപ്പൊ എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടല്ലേ? ആ കേട്ട്, മൊത്തം കേട്ട്. ബാലോച്ചന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. ബാലോച്ചൻ ഇങ്ങോട്ട് ആരെയും കൊണ്ടുവരാനും പോകുന്നില്ല. ബാലോച്ചൻ എങ്ങോട്ടും പോകാനും പോകുന്നില്ല. മഴയത്ത് കണ്ടപ്പോ കണ്ണെടുക്കാൻ തോന്നിയില്ല പോലും. നിങ്ങളാര്? കാമദേവനാ? കാമദേവനാണോന്ന്? അച്ഛാ, ഇത് ഭയങ്കര മോശമായി പോയിട്ടോ. ആരച്ചാ ഫോണില്? കൊടുത്തത് ആരാ? സാറോ? ഏത് സാറ്? നീ ആരാ? എവിടെന്നാ? കാർ ഷോറൂമിന്നാ? ഓ, ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹലോ, ആ ഞാൻ പിന്നെ വിളിക്കാം. എന്താടേ ആർക്കൊക്കെ സംശയം? ചോദിക്കടി, പറ, ആർക്കൂടെ സംശയം? അപ്പൊ അച്ഛൻ രാവിലെ തൊട്ട് കാർ ഷോറൂമിലെ ആളോടാണ് സംസാരിച്ചോണ്ടിരുന്നത്? അതെ, പിന്നെ നീ എന്തോന്ന് വിചാരിച്ചത്? അല്ല, അപ്പൊ ഭാര്യ അറിഞ്ഞ എന്നെ ബാക്കി വെച്ചേക്കൂലെന്നൊക്കെ പറഞ്ഞതോ? ആ പറഞ്ഞു. അതിന് എന്തു പ്രശ്നം വന്നാലും ഞാൻ വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ നിങ്ങൾ കാർ ഷോറൂമിലെ ആളോടാണോ പറഞ്ഞത്? നിനക്കെന്നെ സംശയമാടി കുട്ടമ്പള നമ്മളെ? അല്ല, അപ്പൊ മഴയത്ത് വന്നപ്പോ കണ്ണെടുക്കാതെ നോക്കിയത് അതാരെയാ? നിന്റെ അമ്മേടെ നേരെ അല്ല. പിന്നെ ഉരുണ്ട കളിക്കണ്ട, കാര്യം പറ. എന്നാ കേട്ടോ, പണ്ടേ ഒരു കാർ ഞാൻ ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ഓർമ്മ. കുറച്ചാൾ മുമ്പ്. കുറച്ചാൾക്ക് മുമ്പ്. അപ്പൊ നിന്റെ അമ്മ ഭവാനിയമ്മ പറഞ്ഞത്, ഓ നീ അഡ്വാൻസ് കൊടുക്കണം, എടാ നീ ആദ്യം സ്വന്തമായി കുറച്ച് പൈസ ഉണ്ടാക്കടാ, എന്നിട്ട് പോയി കാർ എടുത്ത് പറഞ്ഞ്. എൻ്റെ പൈസ ഉണ്ടാക്കി, എൻ്റെ പൈസ ഇല്ല, പക്ഷേ ഷോറൂമിൽ ആ കാർ കൂടെ വന്ന്. അതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചോണ്ടിരിക്കണത്. ഓ സാറേ, കട്ടി വന്നു സാറേ, സാറ് പറഞ്ഞ കളർ വന്നു സാറേ, എടുത്തോണ്ട് പോ സാറേ, എടുത്തോണ്ട് പോ സാറേ എന്ന് പറഞ്ഞു വിളിച്ചത്. അപ്പോൾ അവർ ചോദിച്ചു, അത് ഭാര്യ അറിഞ്ഞാലോ? ഭാര്യ അറിഞ്ഞാൽ അവിടെ പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്, ഭാര്യ അറിഞ്ഞാൽ പ്രശ്നം വിളിച്ച് പറഞ്ഞത്. അപ്പം ബാക്കി പൈസ ഒപ്പിക്കാൻ വേണ്ടി ഉരുണ്ട് കളിച്ച്. അപ്പൊ ആ സാരിയോ? സാരി വാങ്ങിച്ചതാ. ആദ്യം ഗഡു അടക്കിൻ്റെ കാറിന് എഞ്ചിനീയറിന് കുറച്ച് പൈസ ചോദിച്ചിരുന്നു, അങ്ങനെ തരാമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ കാർ എടുക്കാൻ പോകുമ്പോഴേ ഭാര്യ കൂടെ കൊണ്ടുപോകണമല്ലോ. അപ്പം പുതിയ സാരി എടുത്തോണ്ട് പോകാൻ ഒരു സർപ്രൈസ് ആയിട്ട് തരുന്നത് എവിടെ അറിയാതെ ഒരു സാരി വാങ്ങി ഞാൻ അവിടെ ഒളിപ്പിച്ച് വെച്ച്. വെറുതെ സംശയിച്ച് അല്ലേ ബാലോച്ച? ആ അതൊക്കെ പോട്ട്. അല്ല, റൂമിനകത്തുനിന്നേ സാരി മാത്രമേ കിട്ടിയുള്ളൂ? ആണാ? വേറൊരു കാര്യം കൂടെ സർപ്രൈസ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അത് കണ്ടില്ലേ? ഇല്ല. അയ്യ, വാ കാണിച്ചു വാ വാ എല്ലാരും വാ. അതൊന്നും എടുക്കാത്ത അതെന്താ എടുക്കാത്ത?
നിന്റെ ഭർത്താക്കന്മാരെ സംശയിക്കാൻ തുടങ്ങിയ ആഹാ